بسم الله الرحمن الرحيم نحمده ونصلي على رسوله الكريم أما بعد. കഴിഞ്ഞ ആയത്തുകളിൽ നിഷേധികളുടെ പരലോക അവസ്ഥയെപ്പറ്റിയാണ് നാം മനസ്സിലാക്കിയത്. തുടർന്നുള്ള ആയത്തുകളിലും അല്ലാഹു തആല നിഷേധികളുടെ പരലോകത്തുള്ള നിന്ദ്യതയെപ്പറ്റിയും അവരുടെ പരാജയത്തെപ്പറ്റിയും തന്നെയാണ് അറിയിക്കുന്നത്. الذين تتوفاهم الملائكة ظالمي أنفسهم فألقوا السلم ما كنا نعمل من سوء بلى إن الله عليم بما كنتم تعملون. അതായത് സ്വന്തം ആത്മാക്കളോട് അതിക്രമം ചെയ്തുകൊണ്ടിരിക്കെ മലക്കുകൾ ആത്മാവ് പിടിക്കുന്നവർ അവർ അനുസരണയോടെ കീഴ്പ്പെട്ടുകൊണ്ട് ഞങ്ങൾ പാപങ്ങളൊന്നും ചെയ്തിരുന്നില്ലെന്ന് പറയുന്നതാണ്. അതെ, നിങ്ങൾ പ്രവർത്തിച്ചിരുന്നതെല്ലാം അല്ലാഹു നന്നായി അറിവുള്ളവനാണ്. ഫദ്ഖുലൂ അബ്വാബ ജഹന്നമ ഖാലിദീന ഫീഹാ ഫലബിഅസ മത്വൽ മുതകബ്ബിരീൻ. ആകയാൽ നരകത്തിൻ്റെ കവാടങ്ങളിലേക്ക് നിങ്ങൾ പ്രവേശിക്കുക, നിങ്ങൾ അതിൽ ശാശ്വതരായിരിക്കും. അഹങ്കാരികളുടെ വാസസ്ഥലം വളരെ മോശം തന്നെ. ഈ ആയത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നിഷേധികളുടെ പരലോക അവസ്ഥയെപ്പറ്റി അവരുടെ പരലോക നിന്ദ്യതയെയും പരാജയത്തെയും പറ്റി അറിയിച്ചു തരികയാണ്. ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നഫ്സുകളോട് അതിക്രമം കാണിക്കുന്ന അവസ്ഥയിൽ മലക്കുകൾ ആത്മാവിനെ പിടിച്ചവർ എന്നതുകൊണ്ട് ഉദ്ദേശം പാപകർമ്മങ്ങൾ ചെയ്യുകയും അള്ളാഹുവിൻ്റെ നിഷേധം പ്രവർത്തിക്കുകയും ചെയ്യുന്ന ആളുകളാണ്. ദുനിയാവിൽ അള്ളാഹുവിൻ്റെ കൽപ്പനകൾക്കെതിരായി പ്രവർത്തിക്കുന്ന ആളുകൾ, അള്ളാഹുവിനെ നിഷേധിച്ചുകൊണ്ട് ജീവിക്കുന്ന ആളുകൾ അവരുടെ ആത്മാവ് മലക്ക് പിടിക്കുന്ന സന്ദർഭത്തിൽ അഥവാ മരണപ്പെടുന്ന സന്ദർഭത്തിൽ അവർ ആ പാപത്തെ ചെയ്തവരായിട്ടാണ് മരണപ്പെടുന്നത്. അതല്ല എങ്കിൽ ജീവിതത്തിൽ ധാരാളം പാപഭാരങ്ങളോടുകൂടിയാണ് അവർ മരണപ്പെടുന്നത്. സ്വന്തം നഫ്സിനോട് അക്രമം കാണിക്കുക എന്നതിൻ്റെ ഉദ്ദേശം അള്ളാഹുവിൻ്റെ കൽപ്പനകൾക്ക് എതിര് പ്രവർത്തിക്കുക എന്നുള്ളതാണ്. കാരണം ആ ഒരു പ്രവർത്തനം കാരണമായി തങ്ങളുടെ നഫ്സ് കാലാകാലം നരകത്തിൽ ശിക്ഷ അനുഭവിക്കേണ്ടി വരും. ഇങ്ങനെ നഫ്സുകളോട് അതിക്രമം കാണിച്ച നിഷേധികളായ അതല്ല എങ്കിൽ പാപികളായ ആളുകൾ അവർ പരലോകത്തെത്തിക്കഴിഞ്ഞാൽ അള്ളാഹുവിനോട് പറയുന്നതാണ്, ഞങ്ങൾ ദുന്യാവിൽ വെച്ച് മോശമായ ഒന്നും ചെയ്തിട്ടില്ല. ഇങ്ങനെ പറഞ്ഞ് അള്ളാഹുവിന് മുമ്പിൽ കീഴടങ്ങുന്നതാണ്. പക്ഷേ അവർക്കൊരിക്കലും അവിടെ രക്ഷപ്പെടാൻ സാധിക്കുന്നതല്ല. എല്ലാം അറിയുന്ന അള്ളാഹുവിന് മുമ്പിൽ ഒരിക്കലും അവർ ചെയ്ത തെറ്റുകളെ മറച്ചു വെക്കാൻ സാധിക്കുന്നതല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ കാര്യങ്ങളെ പറ്റിയും വ്യക്തമായി അറിയുന്നവനാണ്. അള്ളാഹുവിന് മുമ്പിൽ ഒന്നും മറഞ്ഞതായിട്ടില്ല. അതുകൊണ്ട് അവർ ചെയ്ത ഓരോ പ്രവർത്തനങ്ങളും അള്ളാഹു അവർക്ക് കാണിച്ചു കൊടുക്കുന്നതും ഒരു രീതിയിലും ആ പ്രവർത്തനങ്ങളെ ന്യായീകരിച്ചുകൊണ്ടോ അതിനെ മറച്ചു വെച്ചുകൊണ്ടോ അള്ളാഹുവിൽ നിന്നും അവർക്ക് രക്ഷപ്പെടാൻ സാധിക്കുന്നതല്ല എന്ന് ഈ ആയത്തിലൂടെ അള്ളാഹു അറിയിക്കുകയാണ്. അവരോട് എന്നിട്ട് പറയപ്പെടുന്നതാണ്, നിങ്ങൾ ചെയ്ത മോശമായ പ്രവർത്തനങ്ങൾ കാരണത്താൽ, നിങ്ങൾ ദുന്യാവിൽ അള്ളാഹുവിന് എതിരായി പ്രവർത്തിച്ചത് കാരണത്താൽ, അള്ളാഹുവിൻ്റെ കൽപ്പനകൾക്ക് വിരുദ്ധമായി ജീവിച്ചത് കാരണത്താൽ നിങ്ങൾ നരകത്തിൻ്റെ കവാടങ്ങൾ പ്രവേശിച്ചു കൊള്ളുക. നിങ്ങളെപ്പോലെയുള്ള അഹങ്കാരികൾ ശിക്ഷ അതുതന്നെയാണെന്ന് പറയുന്നതും അവരെ നരകത്തിലോട്ട് കടത്തിവിടുന്നതുമാണ്. ഇങ്ങനെ വളരെ നിന്ദ്യമായ ശിക്ഷയായിരിക്കും അള്ളാഹുവിനെ ധിക്കരിച്ച് ജീവിച്ചവർക്ക് പരലോകത്തുണ്ടാവുക. ഒരിക്കലും അവർക്ക് അള്ളാഹുവിൽ നിന്നും ഒരു ന്യായീകരണം പറഞ്ഞിട്ടും രക്ഷപ്പെടാൻ സാധിക്കുന്നതല്ല. ദുന്യാവിൽ ചിലപ്പോൾ ചില തെറ്റുകൾ പല ന്യായീകരണങ്ങൾ പറഞ്ഞുകൊണ്ടും പല ആളുകളുടെ ശുപാർശ കൊണ്ടും രക്ഷപ്പെടാൻ സാധിച്ചേക്കാം. പരലോകത്തൊരിക്കലും അങ്ങനെയല്ല. അവിടെ അള്ളാഹുവാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നവർ. അള്ളാഹുവിൻ്റെ മുമ്പിൽ ഒരു ന്യായീകരണം പറഞ്ഞുകൊണ്ടും ആരുടെ ശുപാർശ കൊണ്ടും പാപത്തിൻ്റെ ശിക്ഷ അനുഭവിക്കുന്നതിൽ നിന്നും രക്ഷപ്പെടാൻ സാധിക്കുന്നതല്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിലൂടെ അറിയിക്കുകയാണ്. അവിടെ അള്ളാഹു ഉദ്ദേശിച്ചതാണ് നടക്കുക. അവിടെ അള്ളാഹുവാണ് തീരുമാനമെടുക്കുക. അള്ളാഹു ഉദ്ദേശിച്ചവർക്ക് മാത്രമേ ശുപാർശ ചെയ്യാനുള്ള അവകാശം അവിടെ ഉണ്ടാവുകയുള്ളൂ. മറ്റാർക്കും ഒന്നും പറയാൻ സാധിക്കുന്നതല്ല. ഓരോരുത്തർക്കും അവരുടെ കർമ്മത്തിൻ്റെ ഫലം പരലോകത്ത് വെച്ച് ലഭിക്കുന്നതാണെന്ന കാര്യം ഈ ആയത്തുകളിലൂടെ അള്ളാഹു അറിയിക്കുകയാണ്. തുടർന്നുള്ള ആയത്തുകളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശ്വാസികളുടെ പരലോക അവസ്ഥയെപ്പറ്റിയാണ് അറിയിക്കുന്നത്. وقيل للذين اتقوا ماذا أنزل ربكم قالوا خيرا للذين أحسنوا في هذه الدنيا حسنة
وَلَدَارُ الْآخِرَةِ خَيْرٌ وَلَنِعْمَ دَارُ الْمُتَّقِينَ. ഭയഭക്തരോട് ചോദിക്കപ്പെടും, നിങ്ങളുടെ രക്ഷിതാവ് എന്താണ് അവതരിപ്പിച്ചത്? അവർ പറയും, വളരെ നല്ല കാര്യമാണ്. ഇഹലോകത്ത് നന്മ പ്രവർത്തിച്ചവർക്ക് ഇഹലോകത്ത് തന്നെ നല്ല അവസ്ഥയുണ്ട്. പരലോക ഭവനം ഏറ്റവും ഉത്തമമാണ്. ഭയഭക്തരുടെ ഭവനം വളരെ നല്ലതു തന്നെ. ജന്നാത്തു അദ്നി യദ്ഖുലൂനഹാ തജ്രി മിൻ തഹ്തിഹൽ അൻഹാറു ലഹും تجري من تحتها الأنهار لهم فيها ما يشاءون كذلك يجزي الله المتقين. അതായത് ശാശ്വതമായി താമസിക്കാൻ കഴിയുന്ന സ്വർഗങ്ങളിൽ അവർ പ്രവേശിക്കുന്നതാണ്. അതിൻ്റെ താഴ്ഭാഗത്തുകൂടി അരുവികൾ ഒഴുകുന്നു. അതിൽ അവർ ആഗ്രഹിക്കുന്നതെല്ലാം ലഭിക്കുന്നതാണ്. ഭയഭക്തർക്ക് ഇപ്രകാരമാണ് അല്ലാഹു പ്രതിഫലം നൽകുന്നത്. അല്ലദീന തതവഫാഹുമുൽ മലായികതു ത്വയ്യിബീൻ യഖൂലൂന സലാമുൻ അലൈക്കും ഉദ്ഖുലുൽ ജന്നത ബിമാ കുൻതും തഅമലൂൻ. പരിശുദ്ധരായ നിലയിൽ മലക്കുകൾ ആത്മാവ് പിടിക്കുന്നവരോട് പറയും, നിങ്ങളുടെ മേൽ രക്ഷയുണ്ടാകട്ടെ, നിങ്ങളുടെ പ്രതിഫലങ്ങൾ കാരണം നിങ്ങൾ സ്വർഗത്തിൽ പ്രവേശിക്കുന്നതാണ്. കഴിഞ്ഞ ഏതാനും ആയത്തുകളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നിഷേധികളുടെ അവസ്ഥകൾ അറിയിച്ചിരുകയുണ്ടായി. എന്നാൽ ഈ ആയത്തുകളിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശ്വാസികളുടെ അവസ്ഥയെ പറ്റിയാണ് അറിയിച്ചിരുന്നത്. കഴിഞ്ഞ ആയത്തുകളിൽ നമ്മൾ പറഞ്ഞ നിഷേധികളുടെ അവസ്ഥയുടെ നേരെ വിപരീതമാണ് വിശ്വാസികളുടെ അവസ്ഥ എന്നുള്ളത്. നിഷേധികളോട് പരിശുദ്ധ ഖുർആനെ പറ്റി ചോദിച്ചാൽ അവർ പറയും, ഇതെല്ലാം മുൻകഴിഞ്ഞവരുടെ കെട്ടുകഥകൾ മാത്രമാണ്. എന്നാൽ വിശ്വാസികളോട് ഖുർആനെ പറ്റിയും നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനങ്ങളെ പറ്റിയും ചോദിച്ചാൽ അവർ പറയും, ഇത് ഏറ്റവും നല്ല കാര്യമാണ്. വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഇരു ലോകത്തും അള്ളാഹു അവർക്ക് വിജയമാണ് വാഗ്ദാനം ചെയ്യുന്നത്. ദുനിയാവിൽ ഐശ്വര്യമുള്ള ജീവിതം അള്ളാഹു അവർക്ക് നൽകും. പരലോകത്ത് ഉന്നതമായ ഏറ്റവും വലിയ വിജയവും അള്ളാഹു അവർക്ക് നൽകുന്നതാണ്. പരലോകത്തിലെ വിജയം അത് ഏറ്റവും വലിയ വിജയമാണെന്ന് അള്ളാഹു അറിയിക്കുന്നു. ഒരാൾ യഥാർത്ഥമായ ദീനനുസരിച്ച് ജീവിക്കുന്നത് കാരണമായി ഒരിക്കലും അവൻ ദുനിയാവിൽ നഷ്ടവാളിയായി തീരുന്നതല്ല. അള്ളാഹു തആല അവൻ്റെ എല്ലാ പ്രയാസങ്ങൾക്കും പരിഹാരം കാണിച്ചു കൊടുക്കുന്നതാണ്. അവൻ്റെ ജീവിതത്തിൽ അള്ളാഹു സമാധാനം നൽകുന്നതാണ്. അള്ളാഹു തആല ഇരു ലോകത്തും ഉന്നതമായ വിജയവും പ്രൗഢിയും ഇസ്സത്തും നൽകുന്നതാണ്. ഇങ്ങനെ ഇരു ലോകത്തും വിശ്വാസികളായ സൽക്കർമ്മങ്ങൾ ചെയ്യുന്നവർക്ക് വിജയമുണ്ടായിരിക്കുമെന്ന കാര്യം അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തുകളിലൂടെ അറിയിക്കുകയാണ്. അവർക്ക് അള്ളാഹു തആല വാഗ്ദാനം ചെയ്യുന്നത് സ്വർഗീയ പൂന്തോപ്പാണ്. ഒരു കണ്ണും കണ്ടിട്ടില്ലാത്ത, ഒരു ചെവിയും കേട്ടിട്ടില്ലാത്ത, ഒരു ഹൃദയത്തിന് പോലും ചിന്തിക്കാൻ സാധിക്കാത്ത അത്രയും അനുഗ്രഹങ്ങൾ നിറഞ്ഞ തൃപ്തി വരുന്നതായ പരിശുദ്ധ സ്വർഗമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശ്വാസികൾക്ക് വാഗ്ദാനം ചെയ്യുന്നത്. നിഷേധികളായ ആളുകൾക്ക് കഠിന ശിക്ഷയുള്ള, ഒരിക്കലും ദുന്യാവിൽ സങ്കല്പിക്കാൻ പോലും പറ്റാത്ത രീതിയിലുള്ള ശിക്ഷയുള്ള നരകമാണ് കൊടുക്കുന്നതെങ്കിൽ, നേരെ തിരിച്ച് വിശ്വാസികളായ ആളുകൾക്ക് ഒരു കണ്ണും കണ്ടിട്ടില്ലാത്ത എല്ലാ സുഖങ്ങളും സൗകര്യങ്ങളുമുള്ള സമാധാനം മാത്രമുള്ളതായ സ്വർഗമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് നൽകുന്നത്. അവർ മരണപ്പെടുന്നത് നല്ല അവസ്ഥയിലാണ്. കഴിഞ്ഞ ഏതാനും ആയത്തുകൾ നാം മനസ്സിലാക്കി, നിഷേധികളായ ആളുകളുടെ റൂഹ് മലക്ക് പിടിക്കുന്നത് മോശമായ അവസ്ഥയിലാണ്. കാരണം ദുനിയാവിൽ അവർ തിന്മകൾ ചെയ്തവരാണ്, പശ്ചാത്തപിക്കാത്തവരാണ്, അള്ളാഹുവിനെ ധിക്കരിച്ച് നിഷേധിച്ച് ജീവിച്ചവരാണ്. എന്നാൽ വിശ്വാസികളായ നല്ല ആളുകൾ അവരുടെ കർമ്മങ്ങൾ നല്ലതാണ്, അള്ളാഹുമായി ബന്ധമുള്ളവരാണ്, അള്ളാഹുവിൻ്റെ കൽപ്പനകൾ പൂർത്തിയാക്കുന്നവരാണ്. അതുകൊണ്ട് മലക്കുകൾ അവരുടെ റൂഹ് പിടിക്കുന്ന സന്ദർഭത്തിൽ അവർ ഏറ്റവും നല്ല അവസ്ഥയിലായിരിക്കും, ഏറ്റവും നല്ല സുഖത്തിലായിരിക്കുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയിക്കുകയാണ്. മോശമായ പ്രവർത്തനങ്ങൾ ചെയ്തവർ അവർ നരകത്തിൻ്റെ നിന്ദ്യതയിൽ പ്രവേശിക്കുന്നവരാണ്.
അവർക്ക് വലിയ പരാജയമുണ്ടാവുന്നതാണ്. എന്നാൽ സ്വർഗവാസികൾ സ്വർഗത്തിൽ പ്രവേശിക്കുമ്പോൾ സലാം പറഞ്ഞുകൊണ്ട് മലക്കുകൾ അവരെ സ്വീകരിക്കുന്നതാണ്. എപ്പോഴും സമാധാനമുണ്ടായിരിക്കും. നിങ്ങൾ സന്തോഷത്തോടുകൂടി ഈ സ്വർഗത്തിൽ പ്രവേശിച്ചു കൊള്ളുക. ഒരിക്കലും നിങ്ങൾക്ക് മാനസിക പ്രയാസമുണ്ടാക്കുന്ന, ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യവും ഉണ്ടാവുന്നതല്ല എന്ന സന്തോഷ വാർത്തയോടുകൂടിയാണ് സ്വർഗവാസികളെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുക എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തുകളിലൂടെ അറിയിക്കുകയാണ്. ചുരുക്കി പറയുകയാണെങ്കിൽ, ദുനിയാവിൽ ദീനനുസരിച്ച് ജീവിക്കുകയാണെങ്കിൽ ഇരു ലോകത്തും വിജയം ലഭിക്കും. ദുനിയാവിൽ അള്ളാഹുവിനെ ധിക്കരിച്ചുകൊണ്ട് ജീവിക്കുകയാണെങ്കിൽ ചില രസങ്ങളും സുഖങ്ങളും അല്പസമയത്തിന് താൽക്കാലികമായി ദുനിയാവിൽ ലഭിച്ചെങ്കിലും അവർക്ക് വലിയ പരാജയമായിരിക്കും ഉണ്ടാവുക എന്ന കാര്യം ഈ ആയത്തുകളിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയിക്കുകയാണ്. അല്ലാഹു തആല പരിശുദ്ധ ഖുർആൻ മനസ്സിലാക്കാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. വാഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.